മലയാള സിനിമ ഒരു പ്രത്യേക ജനുസാണ്. ഏത് കൊടും കുറ്റവാളിക്കും ആ പാപക്കറ തുടച്ചു കളയാനും ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ആരാധകരെ തിരിച്ച് വിളിപ്പിച്ച് കൈയടിപ്പിക്കാനും രണ്ടോ മൂന്നോ സൂപ്പർ ഹിറ്റ് സിനിമകൾ കിട്ടിയാൽ മതിയാകും. നടന്നതെല്ലാം മറക്കാനും പൊറുക്കാനും ആരാധന തലയ്ക്ക് പിടിച്ച ഫാൻസ് അസോസിയേഷനുകളും കൂടിയാകുമ്പോൾ പിന്നെ ഏത് റിപ്പോർട്ടിനെയാണ് പേടിക്കേണ്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉയർന്ന സംശയമാണ്. ഇനി ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ ആ സംശയം ഒന്നുകൂടി പറഞ്ഞുപോയതാണ്. കാരണം മൊഴി നൽകാൻ ആളില്ല, പരാതി പറയുന്നവർക്ക് മുന്നോട്ട് വരാൻ ധൈര്യമില്ല. മലയാള സിനിമയിലെ പുഴുക്കുത്തുകൾ തുടച്ചു നീക്കുമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ കേസുകളും അവസാനിപ്പിക്കാനുള്ള തീരുമാനമായിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ്, WCC എന്ന സംഘടനയുടെ ഉദയത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റിയുടെ രൂപവൽക്കരണം. കമ്മിറ്റി രൂപീകരിച്ചത് ഒന്നാം LDF സർക്കാരിന്റെ കാലത്താണെങ്കിലും കഴിഞ്ഞ വർഷമാണ് സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടിൽ വന്നപ്പോൾ പല വിഗ്രഹങ്ങളും ഉടയുമെന്ന് കരുതി ജനങ്ങൾ. പരാതികൾ പ്രമുഖർക്കെതിരെ ഉയർന്നു വന്നപ്പോൾ തലയിൽ കൈവച്ചു പാവം പ്രേക്ഷകർ. റിപ്പോർട്ടിന്മേലുള്ള ശുദ്ധികലശത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ദിവസങ്ങളും ആഴ്ചകളും സാംസ്കാരിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും ചർച്ച ചെയ്തു. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയപ്പോൾ താരസംഘടനയുടെ പോലും അടിക്കലിളകി. പക്ഷേ പിന്നീട് കണ്ടത് സിനിമയെ വെല്ലുന്ന ആന്റി ക്ലൈമാക്സ്, സമ്മർദ്ദ തന്ത്രങ്ങളും സ്വാധീന ശക്തികളുടെ ഇടപെടലുകളും. യഥാർത്ഥ പരാതികളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന നീക്കങ്ങൾ നടന്നു. പരാതികളെല്ലാം കഴമ്പില്ലാത്തതാണെന്ന് സ്ഥാപിക്കാൻ വരെ നീക്കമുണ്ടായി. അപ്പോഴും നീതിക്കായി പൊരുതുന്ന അതിജീവിതകൾക്കൊപ്പം താങ്ങായി മലയാള സിനിമയെ വെളിച്ചമുള്ള ഇടമാക്കി മാറ്റാൻ കമ്മിറ്റി റിപ്പോർട്ടിലെ നടപടികൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. സിനിമയിലെ തേച്ച് മാച്ചു കളഞ്ഞ ലഹരിവാഴ്ചയ്ക്കെതിരായ പരാതികൾ പോലും പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിലായിരുന്നു. പക്ഷേ ഇല്ല, നിരാശയുണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ. ഒന്നുമല്ലാതായി മാറുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച പ്രതീക്ഷകൾ. റിപ്പോർട്ട് 5.5 വർഷമായി കയ്യിലിരുന്നിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരാണോ പ്രതിക്കൂട്ടിൽ? മിന്നും താരങ്ങളുടെ ക്യാരവാനിന്റെ പടി ചവിട്ടാൻ പോലും കഴിയാത്ത അന്വേഷണ സംഘങ്ങളുടെ ബലഹീനതയാണോ കാരണം? അതോ പണത്തിന് മുകളിൽ ഒന്നും പറക്കില്ലെന്ന് കുറ്റകൃത്യങ്ങളിലൂടെ തെളിയിച്ച മലയാള സിനിമയിലെ കോക്കസും പവർ ഗ്രൂപ്പും ലോബികളുമാണോ കാരണം? നടക്കേണ്ടിയിരുന്ന സിനിമാ ശുദ്ധികലശത്തെ തച്ചുടച്ചത് ആരാണ്? സ്പെഷ്യൽ ഡിബേറ്റ് പരിശോധിക്കുന്നു. സ്വാഗതം. WCC ഭാരവാഹി ദീദി ദാമോദരൻ, തിരക്കഥാകൃത്ത് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ഭാരവാഹി വിനു കിരിയത്ത്, സാമൂഹ്യ പ്രവർത്തക നിയമവിദഗ്ധ അഡ്വക്കേറ്റ് TB മിനി, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, സംവിധായകൻ ജോസ് തോമസ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. അല്പം സമയത്തിനകം നിർമ്മാതാവ് സാന്ദ്ര തോമസിനെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം WCCയുടെ പ്രതിനിധി ശ്രീമതി ദീദി ദാമോദരനിലേക്ക്. ശ്രീമതി ദീദി ദാമോദരൻ, വളരെ നിരാശയുണ്ട് എന്നാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ പറയേണ്ടി വന്നതിലും എനിക്ക് നിരാശയുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഉള്ള സൗകര്യങ്ങൾ, ലൊക്കേഷനുള്ള സൗകര്യങ്ങൾ, ഒരുപക്ഷെ തുല്യമായിട്ടുള്ള വേതനം, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. WCCക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലും ഇത് നടപ്പാകുന്ന രീതികളിലും? ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നതുകൊണ്ട് പുറത്ത പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ എങ്ങനെയാണ് അതിന് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. WCCക്ക് അതിനെ പറ്റി തികഞ്ഞ ബോധ്യമുണ്ട്. അതൊരു പഠന റിപ്പോർട്ടാണ്. അതൊരു പരാതിയുടെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു സ്ത്രീകളൊക്കെ പോയിട്ട് പരാതി പറയാം. എന്ന് മാത്രമല്ല, അത് സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റി ഒരു കൂട്ടം സ്ത്രീകൾ പോയിട്ട് അവിടെ പോയി നടത്തിയ പരാതി കൊടുക്കലായിരുന്നില്ല. ഇതാണ് സ്ത്രീകൾ ജോലി എടുക്കുന്ന സിനിമയിലെ അവസ്ഥ എന്ന് പഠിക്കാൻ സർക്കാർ ഏൽപ്പിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ എല്ലാ തരം കാര്യങ്ങളും വുമൺ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു സ്ഥലമാണ് ഇപ്പൊ നിലവിലുള്ള സിനിമ. അങ്ങനെ അല്ല വേണ്ടത്. സ്ത്രീകൾക്കും അവിടെ മറ്റു തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നത് പോലെ സിനിമയിലും ജോലി ചെയ്യാൻ സാധിക്കണം എന്ന് പറയാൻ വേണ്ടി പല തുറകളിലുള്ള സ്ത്രീകളെ വിളിച്ചു കൂട്ടി ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞ പരാതിയെ അതിന്റെ ഒരു ഭാഗം മാത്രമായിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റിലേക്ക് ചുരുക്കി കെട്ടിയെങ്കിൽ അത് ആരുടെ തെറ്റാണ്, ആരുടെ താല്പര്യമാണ് എന്ന കാര്യത്തിൽ
എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. എനിക്ക് അറിയാവുന്നത് എന്താണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നല്ല തികഞ്ഞ ബോധ്യം WCCക്ക് ഉണ്ട്. ഒരു പരാതി അവിടെ അവരുടെ മുമ്പാകെ, നമ്മൾ ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ പറയുന്നു, ബോധ്യപ്പെടുന്നു. അത് ഇതൊക്കെ അല്ലെങ്കിലും സിനിമയിലുള്ളതല്ലേ എന്നെല്ലാവരും വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ടിന്റെ ഫോമില് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള സംഭവം. അതവിടെ ഉണ്ട്, അതവിടെ മായ്ക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ നടപടി എടുക്കാൻ 10-15 വർഷം മുമ്പേ നടന്ന നമുക്കെതിരെ നടന്ന ഒരു ഹാരസ്മെന്റ് കേസാണെന്ന് വിചാരിക്കുക. എവിടെയാ തെളിവ് കൊണ്ടുവരാൻ പറ്റുക? ഇന്നലെ നടന്ന ഒരു കാര്യത്തെ പറ്റി പോലും ഇന്ന് കൃത്യമായിട്ട് തെളിവ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുടെ അടുത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരാതികളൊക്കെ കൊണ്ട് അവർ പെർസ്യൂ ചെയ്യും, അതുകൊണ്ട് മുന്നോട്ട് പോകും എന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ പിശക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിചാരിച്ചവരുടെ തെറ്റ് എന്ന് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ. WCCയെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതില് ഈ പേരും പറഞ്ഞിട്ട്, അതായത് ഇവിടെ SIT രൂപീകരിച്ചു, കേസുകളില്ല, ശരി, എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂട്ടി കഴിഞ്ഞു, തീർന്നു എന്ന് പറഞ്ഞെങ്കിൽ അവിടെയാണ് ഇനിയിപ്പം നടക്കാൻ പോകുന്ന, നേരത്തെ ഉപയോഗിച്ച വാക്കുകളൊക്കെ ആണെങ്കിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അവിടെയാണ് ഗൂഢാലോചന. കൃത്യമായിട്ട് പോളിസി ഉണ്ടായിരിക്കണം. സിനിമയിൽ പോളിസി വേണം. എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് വേണ്ടത് എന്ന് കുറെ കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടന്നു. മലയാള സിനിമയിൽ ഇപ്പോഴും പല സംഘടനകൾ പോലും മുൻകൈ എടുത്ത് അവരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഇതിവൃത്തത്തിനെ പറ്റി അപർണയ്ക്ക് സംശയമുണ്ടോ? ഇന്ന് ഒരു സിനിമ വരുമ്പം അതിനെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ടല്ലാതെ, വിചാരണ ചെയ്തിട്ടല്ലാതെ ഒരു സിനിമയ്ക്കും കടന്നു പോകാൻ പറ്റുന്നില്ല. ഇത് മുഴുവൻ പോസ്റ്റ് ഹേമ കമ്മിറ്റി തന്നെയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന്റെ ബിയോൾ ആൻഡ് എൻഡോൾ. പക്ഷേ ശ്രീമതി ദീദി തമ്മിൽ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനിപ്പോ ഇന്ന് അല്പസമയം മുമ്പ് പാർവതി തിരുവോത്തിട്ട് ആ പോസ്റ്റിനെ എടുത്ത് പറയുന്നില്ല. WCC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിലപാടുണ്ട്. പക്ഷേ ഒരുപാട് പരാതികൾ ഇനിയും വരാനുണ്ടായിരുന്നു. ഈ പരാതികൾ മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലാണ് എന്ന് നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇനി പരാതി കൊടുക്കാൻ ഏത് അതിജീവിതയ്ക്കും ഒരു ധൈര്യം ഉണ്ടാവുക. ഇങ്ങനെ പരാതി കൊടുക്കാൻ ആൾക്കാർ മുന്നോട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ വരാതിരിക്കുക. ഈ പരാതിയുടെ ഘട്ടത്തിൽ ഇതെല്ലാം തീർന്നു പോകുമ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള നീതിയും പരിശോധനകളും ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ളൊരു സന്ദേശമുണ്ടോ? എന്തായാലും ഉണ്ടല്ലോ. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ച് മാത്രമല്ലല്ലോ. എത്ര സ്ത്രീകൾ സ്വന്തം ജീവിതത്തിൽ പരാതികളുമായിട്ട് മുന്നോട്ട് പോവാറുണ്ട്. പോയ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മളത് കാണുന്നതല്ലേ. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കുറ്റം ചെയ്ത ആളും അതിന് ഇരയാക്കപ്പെട്ടവരാണ് എന്ന് നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങൾ വേണം. അതുകൊണ്ട് അത് ഇതിന്റെ ഒരു അവസാന വാക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ നിരത്തിയിട്ടുള്ള കൃത്യമായിട്ട് ഒരു അതോറിറ്റിയാണ്. അത് അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തതും അത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതും. ഇനി ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണെങ്കിൽ നാളെ ചരിത്രം അവരെ പറ്റി പറയണമെങ്കിൽ ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, ഓവർലുക്ക് ചെയ്യാം, ഇതൊന്നും ചെയ്യാതെയും മുന്നോട്ട് പോവാം. 4.25 കൊല്ലം പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ടാണ്. അതിന് നമുക്ക് ജാള്യത ഇല്ല എങ്കിൽ ഇതും ഇതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് അങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ. ഓരോ തവണയും ഇതൊരു മെൻസ് ക്ലബാണ് എന്നും ഇത് ഈ ലോകം ആണുങ്ങളുടെ മാത്രമാണ് എന്നും പലരും പരിഹസിക്കുന്ന പോലെ ഇത് ഇരവാദമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പക്ഷം ചേർന്നുകൊണ്ട് പറയാം. പക്ഷെ പക്ഷമില്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് സ്ത്രീകൾക്ക് വുമൺ ഫ്രണ്ട്ലി ആയ ഒരു വർക്ക് പ്ലേസ് ആയിരിക്കണം എന്നതിൽ ആർക്കും സംശയമില്ല. ഇത് കണ്ണടയ്ക്കാനൊന്നും പറ്റില്ല. ഇല്ല എന്നുള്ള ഭാവത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. പക്ഷെ കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യം വരികയും ഇപ്പൊ എല്ലാവരും കോഡ് ഓഫ് കോണ്ടാക്റ്റിനെ പറ്റി ചർച്ച ചെയ്യുകയും പലരും അത് പ്രസ്താവനകളായിട്ട് മുന്നോട്ട് ഇറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് വളരെ പോസിറ്റീവായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സ്ത്രീ ഇത്രകാലം ജീവിച്ച ഒരാള്, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആള് എന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ഇതല്ലാത്ത ഇതിനൊരു പര്യവസാനമൊന്നും നമ്മൾ ആരും വിചാരിച്ചു പോയിട്ടില്ല. ഉടനെ നാളെ മുതൽ നീതി നടപ്പാക്കി കളയും എന്നൊന്നും നമ്മൾ ആരും വിചാരിച്ചു പോയിട്ടില്ല. പക്ഷെ ഇതിവിടെ വരെ എത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് റെഫർ ചെയ്യാനുണ്ട്. ഇനി വരുന്ന റിസർച്ച് സ്കോളേഴ്സിന് മുഴുവനും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ക്രോസ് ചെയ്തിട്ടല്ലാതെ അത് ഏതാനും സെക്ഷൽ ഹാരാസ്മെന്റ് കേസുകൾ വേണ്ട വിധം നിങ്ങൾ പ്രതീക്ഷിച്ച വിധം മുന്നോട്ട് പോയില്ല എന്നതുകൊണ്ട് ഇല്ലാതായി പോകുന്നതൊന്നുമല്ല ഇപ്പൊ ഈ സംഭവിച്ചതൊന്നും.
ഇത് മറികടന്നുകൊണ്ട് വേറെ ഒരു കാര്യം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ മറ്റ് സിനിമ ഇൻഡസ്ട്രികൾക്കും നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ഒരു ശ്രീ വിനു കിരിയത്ത്, ഒരു നെവർ എൻഡിങ് ഒരു ഫൈറ്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതൊരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. അത് വ്യക്തമാണ്. അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ദീദി ദാമോദരൻ ഇത് പറയുകയും ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഈ വെളിപ്പെടുത്തൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുകയും ചെയ്തതാണ്. ഈ ചില പരാതികളെങ്കിലും യഥാർത്ഥമല്ലാതായിട്ട് വരിക, യഥാർത്ഥമായിട്ടുള്ള പരാതികളെ മറികടക്കാനുള്ള ഒരു ശ്രമം വരിക, ഏത് തരത്തിലുള്ള അതിജീവിതകളാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടരുത്, അത് ആ തരത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നൊരു നിയമവശമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ചില നീക്കങ്ങളൊക്കെ നടന്നു, ഒറ്റയടിക്ക് എല്ലാം എഴുതിത്തള്ളുന്ന രീതിയിൽ ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളൊരു തോന്നൽ മാധ്യമങ്ങൾക്ക് പോലും ഉണ്ടായി. അപ്പോഴാണ് ആ ഫോക്കസ് പോലും മാറിയത്. വിൻസി അലോഷ്യസിന്റെ പരാതി ലഹരി കേസിൽ വന്നപ്പോൾ പോലും പിന്നെ അത് ഏത് തരത്തിൽ ഒത്തുതീർപ്പാക്കപ്പെട്ടു. ഒത്തുതീർപ്പുകളാണ് എല്ലാ പരാതികളിലും സിനിമകളിൽ ഉണ്ടാകുന്നത് എന്നൊരു പൊതുവേ ഉള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഇപ്പോൾ ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടായിരുന്നു. തച്ചുടച്ചതാര്, ഉന്നത സ്വാധീനമുള്ളവർ എന്ന് അവർ ആദ്യം ആമുഖമായിട്ട് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ഈ സ്വാധീനത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഇവിടെ ഭയങ്കര സർക്കാർ പറയുന്നത് എന്താണ്? സ്ത്രീ സുരക്ഷ. എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇതിനകത്ത് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രഹസനം? എത്ര കോടി രൂപ ചിലവായെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ഹേമ കമ്മിറ്റി. കാരണം ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ ഇത് ജനങ്ങൾക്കറിയാൻ. കാരണം ഈ ഇൻഡസ്ട്രി നിലനിർത്തുന്നത് ജനങ്ങളാണ്, മറ്റ് ഇൻഡസ്ട്രി പോലെ അല്ല. ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ്. അവരുടെ പൈസയ്ക്കാണ് നമ്മളെല്ലാം ജീവിക്കുന്നതും ഇവിടുത്തെ സർക്കാരിന് കിട്ടുന്ന ടാക്സ് ആയാലും തിയേറ്ററുകളിൽ പോകുന്നതും എല്ലാം. അവർക്കിതറിയാൻ ഉറപ്പായിട്ട് അധികാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പം എന്ത് പറ്റി? ഈ WCCയിലുള്ള കുറേ കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതമാണല്ലോ എല്ലാവരും കൂടെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ പറയാം. അവർക്കെങ്കിലും ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതല്ലേ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ ഈ ഉന്നതൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാലോ അവർക്കൊരു രാഷ്ട്രീയ സ്വാധീനം കാണും. ഇത്തരം വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടി മാത്രമാണെങ്കിൽ ഇതിനു മുമ്പേ അവരെ പിടിച്ചകത്തിടും. ഇതിപ്പോൾ അതല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട ആൾക്കാർ കുറച്ച് പേരെങ്കിലും ഇതിനകത്തൊക്കെ പെട്ട പുരുഷന്മാരുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് നമ്മുടെ മുന്നിൽ തന്നെ അത്തരം കേസുകൾ ഒരുപാടുണ്ട്. കള്ളക്കഥകൾ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചാൽ സധൈര്യം നിൽക്കണമായിരുന്നു. ഞങ്ങൾക്കിതറിയണം, ഞങ്ങളുടെ പേര് പുറത്ത് വന്നാലും കുഴപ്പമില്ലെന്ന് പറയാൻ ഇവിടെ എന്താ ഒരു സ്ത്രീകളും സമ്മതിക്കാത്തത്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയമുണ്ട്. തീർച്ചയാണ് അതിവിടെ കാരണം ഇവിടെ എപ്പോഴും സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ ഹീറോയിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കൊരു പരിധിവരെ ഒന്ന് പുറകോട്ട്, അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് സധൈര്യം പറയാൻ ഉള്ള. അല്ല ശ്രീ വിനു കിരിയത്ത്, ഞാനിപ്പോൾ ചോദിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും അല്ലേ, ഒരു വർഷം ആയിട്ടില്ല, ഈ പരാതി കൊടുത്തവരൊന്നും ഇപ്പൊ സിനിമകളില്ല. പക്ഷെ ആർക്കൊക്കെതിരെ പരാതി കൊടുത്തോ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇപ്പോൾ പോലും തിയേറ്ററുകളിൽ ഓടുന്ന സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പരാതി കൊടുത്തവർക്ക് ഇപ്പോൾ ഹേമ കമ്മിറ്റി വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ ദീദി അവർ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നേ. എന്തായാലും ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി, എന്നാൽ പിന്നെ ഇവരുടെയൊക്കെ മുഖം മൂടി വലിച്ചെറിയാനുള്ള ധൈര്യം കാണിക്കാത്തെന്താ? കൊച്ചു പെൺപിള്ളേർ കാണിക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ കൂടി അപ്പൊ ആ ഫീൽഡ് ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കേണ്ടി വരും. ഈ പോരാട്ടം നടത്തി ഉപേക്ഷിച്ച് പോകണ്ട, നമുക്ക് നടത്തി ഈ ഫീൽഡിനകത്ത് നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് പ്രമുഖ നടിമാരുണ്ടല്ലോ, അതും ഞാൻ പേര് പറയുന്നില്ല, ശ്രീ വിനു കുര്യത്തിന് അറിയാം. അല്ല, ഇതിനകത്തൊരു ചെറിയ പ്രോബ്ലം എന്തെന്നറിയുമോ? ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി പുറത്തു വിടാത്തോണ്ട് മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകൾക്കും മോശമല്ലേ? ഇതൊന്നും പെടാത്ത എത്രയോ ആണുങ്ങളുള്ളൊരു ഫീൽഡാണ്, എത്രയോ നല്ല പെണ്ണുങ്ങളുള്ള ഫീൽഡാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇത്തരം ഇതിന് അകപ്പെട്ടു പോയ പെൺകുട്ടികൾ? ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള പുറത്ത് വരാത്തടത്തുള്ള എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഈ ഓരോ വ്യക്തി കൊണ്ടൊന്നും അല്ലല്ലോ ഇൻഡസ്ട്രി നിൽക്കുന്നത്. എത്ര ഉന്നതനായാലും താഴേക്കിടയിലുള്ള ഒരാളാണെങ്കിലും ഉത്തരങ്ങൾ പറ്റും. നമുക്കറിയാം എത്രയോ കേസുകളിൽ സാധാരണക്കാരെല്ലാം പിടിക്കപ്പെടുന്നു. എപ്പോഴും ഈ ഉന്നതൻ അല്ലെങ്കിൽ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് കളയാത്ത പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഇനി ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധികലശം ഉണ്ടായിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ലാട്ടെ. ഹേമ കമ്മിറ്റിക്ക് ശേഷം എല്ലാവരും ഒന്ന് ഭയന്നിട്ടുണ്ട്, ഇത്തരക്കാർ, എല്ലാവരും മീൻസ് ഇത്തരക്കാർ. പക്ഷേ ഇതിലൊന്നും പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സിനിമാക്കാരെ മൊത്തം അടിച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ഇപ്പോൾ, അടച്ചാക്ഷേപിച്ചു. അപ്പോൾ അത് നമ്മളെപ്പോലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല.
ഈ എല്ലാ കേസുകളും അവസാനിപ്പിക്കുമ്പോഴും ഈ പരാതികളെല്ലാം അവിടെ വെച്ച് തീരുകയാണ്. ആ ഒരു വിഷയം കൂടി ഇല്ല. അതല്ലേ പറഞ്ഞത്, സിനിമയിലെ ഏറ്റവും അവസാനമാണല്ലോ കഥ കഴിയുമ്പോൾ ശുഭം എന്ന് എഴുതി കാണിക്കും. ഇവിടെ ഇപ്പോൾ ആദ്യമേ ശുഭമായി പോയി. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതിനകത്ത് എന്താണെന്ന് കണ്ടന്റ് എന്നുള്ള അറിയാൻ ഒരു സിനിമയ്ക്ക് പുറത്തുള്ള ഒരാളെ പോലെയും എനിക്ക് ചിന്തിക്കാൻ, സിനിമയ്ക്ക് അകത്തുള്ള ആളെ പോലെയും എനിക്ക് ചിന്തിക്കാൻ അതിനകത്ത് എന്താണുള്ളതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ ഒരു നിവർത്തിയില്ല. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ട്, ഒരു ഹേമ എന്ന് പറഞ്ഞ ജസ്റ്റിസിന് മാത്രമാണോ ഇതിനകത്തുള്ള സംഭവങ്ങൾ അറിയേണ്ടിയിരുന്നത്? പിന്നെ അതിൽ നിന്ന് തന്നെ കുറേ പേജുകൾ മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. അതൊന്നും ഇനി വെളിച്ചം കാണില്ല. അതൊന്നും വെളിച്ചം കാണില്ല. അപ്പോൾ ഇങ്ങനൊന്നും ആവരുതായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊന്നും പോരുതായിരുന്നു. എന്ത് സ്ത്രീ സുരക്ഷയാണെന്നുള്ളതാണ് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ വിനുകുര്യത്ത്. രാഹുൽ ഈശ്വർ അപ്പോഴേ പറഞ്ഞതാണ് ഇത് ഈ തരത്തിലാണ് പോകുക, ഇത് പലരെയും വ്യക്തിഹത്യ നടത്താനാണ് എന്നുള്ളൊരു വാദം രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം ആ തരത്തിൽ നമ്മുടെ ചർച്ചകൾ ആ സമയത്ത് പോയതാണ്. പക്ഷേ ഈ ഒരു റിപ്പോർട്ടിൽ, ഈ ഒരു വിഷയത്തിൽ, ഒരു സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ മൊഴി കൊടുക്കാൻ പോലും ധൈര്യമില്ലാതെ പരാതിക്കാർക്ക് പിൻവാങ്ങേണ്ടി വന്നതാണ് എന്നുള്ളൊരു വാദമാണ് ഞാൻ രാഹുലിന്റെ മുന്നിൽ അങ്ങോട്ട് വെക്കുന്നത്. ആദ്യം തന്നെ അപർണജി, ആദ്യം തന്നെ ഐ ടോൾഡ് യു സോ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ മനസാക്ഷി എന്ന് അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അപർണാജിയോടും നമ്മുടെ മാധ്യമങ്ങളോടും ഐ ടോൾഡ് യു സോ എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ കാരണം ഇതിലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി പോസിറ്റീവായൊരു സ്റ്റെപ്പാണ്. കാര്യം നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ നല്ല മേഖലയാണ്, പക്ഷേ അതിൽ പല പുഴുക്കുത്തുകളും ഉണ്ടെന്നും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും പെൺകുട്ടികൾക്കും മറ്റും ചൂഷണം നേരിടേണ്ടി വരുന്നു എന്ന് നമുക്ക് എല്ലാം അറിയുന്നൊരു സത്യമാണ്. അപ്പോൾ ഇതിനെ ക്ലീനപ്പ് ചെയ്യേണ്ടത് സിനിമാ മേഖലയുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവിടെയാണ് ഞാൻ യൂഷ്വലി ഒരിക്കലും യോജിക്കാത്ത ദീദി മാഡത്തോട് ഞാൻ യോജിക്കുന്നത്. ഹേമ കമ്മിറ്റി കൊണ്ട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായി. എന്താ പോസിറ്റീവ്? ഒന്ന്, ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായി, ഗവൺമെന്റ് തലത്തിൽ ശ്രദ്ധ വന്നു. നേരത്തെ വിനു കിരീത് സാർ പറഞ്ഞതുപോലെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായി. കാര്യം ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മുടെയൊക്കെ വളരെ സഹോദരിമാരെ പോലെ കരുതുന്നവരും ഒക്കെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ കൺസേൺസ് നമുക്കും അറിയാം. അപ്പോൾ ഈ പെർവേർട്ടുകളും അല്ലെങ്കിൽ പലപ്പോഴും ഈ കാസ്റ്റിംഗ് കൗച്ചിലെ ആൾക്കാർ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു സെക്ഷൽ ഫേവറോ മറ്റും ചോദിക്കാനൊന്ന് പേടിക്കും. അതുകൊണ്ട് അവയർനെസ് ഉണ്ടായി, ഫിയർ ഉണ്ടായി. ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ സാർ പറഞ്ഞതുപോലെ ഒരു സിനിമാ കോൺക്ലേവ് കൂടെ വന്ന് പോളിസി സ്ട്രക്ചർ, ലീഗൽ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ഹെൽപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങൾ ഒരുപാട് പല സംഘടനകൾക്കും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആക്റ്റീവായിട്ടൊരു ഹെൽപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങൾ, അതായത് നാളെ ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിക്കും, എസ്പെഷ്യലി സെക്ഷൽ ഹരാസ്മെന്റ് ആണല്ലോ അതിൽ കൂടുതൽ ന്യൂസ് വാല്യൂ നേടിയത്. ബാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആശ്രയിക്കാൻ ഒരു ഇടമുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു അളവ് വരെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ പോസിറ്റീവ് കാണണം. നമ്മൾ ഈ വിഷയങ്ങളോട് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളോ മറ്റോ ഇതിലേക്ക് കൊണ്ടുവരരുത്. ഉദാഹരണം അപർണാജി പറയാതെ പറഞ്ഞത് ശ്രീ ദിലീപിന്റെ പ്രിൻസ് നന്നായി ഓടുന്നുള്ളതാണ്. അതും ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു വിഷയമാണ്. അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ വിധി ഈ മാസം വരാൻ സാധ്യതയുണ്ട്. തന്നെയാണ് ഞാൻ പറഞ്ഞത് രാഹുൽ. പക്ഷേ ദിലീപിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സിദ്ദിഖിനെയാണ്. സിദ്ദിഖിനെതിരെയുള്ള പരാതി ഇതിനൊപ്പം വന്നാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ദിലീപിനെ കുറിച്ച് അങ്ങനെ അപർണാജി ഉദ്ദേശിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനിപ്പോൾ ശ്രീ സിദ്ദിഖിനെ കൂടെ കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ് ആണെങ്കിലും ശ്രീ ദിലീപ് ആണെങ്കിലും രണ്ടുപേരും കോടതി തെറ്റുകാരെന്നൊന്നും പറഞ്ഞതല്ല. രണ്ടുപേർക്കും അനുകൂലമായ വിധിന്യായങ്ങളാണ് ബഹുമാനപ്പെട്ട ശ്രീ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും ശ്രീ ദിലീപിന് എല്ലാ കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ കോക്കസും മാഫിയയും പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരാതി കൊടുത്തവരെവിടെ എന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അവരൊന്നും സിനിമയിലില്ല, അവരൊന്നും സിനിമയിലേക്ക് ഇനി വരില്ല, അവരൊക്കെ പുക പോലെ പോയി. ഈ പരാതിക്കാരികളൊക്കെ ഇല്ലാതെയായി. സ്വാഭാവികമായിട്ടും സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത ആൾ വലിയ പ്രോമിനന്റ് ആയ അഭിനേത്രി ഒന്നും ആയിരുന്നില്ല. ചൈനയിൽ നിന്ന് ചൈനീസ് യൂണിവേഴ്സിറ്റി പുറത്താക്കിയ, സ്വഭാവ ദൂഷ്യം കൊണ്ട് പുറത്താക്കിയ ഒരു വ്യക്തിയായിരുന്നു അവർ. അതുകൊണ്ട് അവരുടെ സിനിമയിൽ വലിയ ആളൊന്നും രാഹുൽ 35 കേസാണ്. 35 കേസിലും പരാതിക്കാരികളുണ്ട്. അവരെല്ലാവരും ചൈനയിൽ നിന്ന് പുറത്താക്കിയ, യൂണിവേഴ്സിറ്റി ഓരോ കേസായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ആ കേസുകൾക്കൊക്കെ എന്ത് പറ്റി? വിജയബാബുവിന്റെ കേസിന് എന്ത് പറ്റി? നിവിൻ പോളിക്കെതിരെയുള്ള കേസിന് എന്ത് പറ്റി? ഈ കേസുകളെല്ലാം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികളാണെന്ന് തെളിയുന്നതോ അല്ലെങ്കിൽ പോലീസോ കോടതിയോ പ്രഥമ ദൃഷ്ട്യാ പറയുന്നതോ കൂടിയാണ്. അപ്പൊ ആണുങ്ങൾക്ക് കൂടി നേരിട്ട അപമാനവും ബുദ്ധിമുട്ടും മനസ്സിലാക്കണം. രാഹുൽ, അപ്പൊ ഈ വ്യാജ പരാതികളൊക്കെയാണ് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നത്. ഈ വ്യാജ പരാതികളൊക്കെ ഒരുപാട് ഒരിക്കലുമല്ല, അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ ന്യൂവാൻസുകളില്ല സംസാരിച്ചില്ല. ഒരുപാട് പരാതി ജെന്യുവിനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ പരാതികളിൽ വളരെ സത്യസന്ധത ഉണ്ടാകാം. ഇനി ആ പരാതികളെല്ലാം ഫേസ് വാല്യൂവിൽ എടുത്തൊരു ക്ലീനപ്പിലേക്ക് പോകണം. ശ്രീ സിദ്ദിഖിന്റെ അടക്കമുള്ള പരാതികളിലല്ലേ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതി പറഞ്ഞത്, അല്ലെങ്കിൽ ബാലേന്ദ്രൻ. രാഹുൽ എന്താണ് കരുതുന്നത്? എന്തുകൊണ്ട് ഇവർ മൊഴി നൽകാൻ ധൈര്യപ്പെടുന്നില്ല, മുന്നോട്ട് വരുന്നില്ല? ഇതൊക്കെ ജെന്യുവിൻ അല്ലാത്തത് കൊണ്ട് എന്നാണോ?
ഞാനത് പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നരുത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു ഹൈക്കോടതിയുടെ കൃത്യമായ വിധി ഞാൻ കൂടെ പറഞ്ഞിട്ട് പറയാം. ആണുങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ അധികാരമുണ്ടെന്ന് ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി വന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറിന്റെ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഒന്ന്. രണ്ട്, ഹൈക്കോടതി തന്നെ ഹേമ കമ്മിറ്റിയുടെ കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈക്കോടതി അക്യൂസ്ഡിനും റൈറ്റ് ടു പ്രിവസി ഉണ്ട്, അതുകൊണ്ട് ഇവരുടെ പേരുകൾ വെളി വരരുതെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഒക്കെ ഒരു വിജയമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. മൂന്ന്, ഒരുപാട് പരാതി ജെന്യുവിൻ ആയിരിക്കാം, വ്യാജ പരാതികൾ ഒരുപാട് വന്നില്ലേ? വ്യാജ പരാതികളും ബന്ധമില്ലാത്ത പരിപാടികളും വന്നില്ലേ? ഒരു സ്ത്രീ അല്ല കൊടുത്തതെങ്കിലും പുരുഷൻ കൊടുത്തതെങ്കിലും ശ്രീ രഞ്ജിത്തിനെതിരെ പരാതി വന്ന് നമുക്ക് ഓർമ്മ കാണും. 2012 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഹോട്ടൽ 2015 മാത്രമാണ് തുറന്നത് പോലും. 2015 തുറന്ന ഹോട്ടലിൽ വെച്ച് 2012 ഇയാൾ എന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പാവ രേവതി മാഡത്തെ കൂടി ഇതിലേക്ക് വലിച്ചഴിച്ചു, സിനിമാ നടി രേവതിക്ക് അയച്ചു കൊടുത്തു എന്നടക്കം വ്യാജ പരാതികൾ നമ്മൾ കണ്ടിൽ കണ്ടതല്ലേ? കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫേക്ക് കേസ് ആണെന്ന്. രാഹുൽ ഈശ്വർ അല്ല, കേരള ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി ഒക്കെ വ്യാജ കേസിന്റെ ക്ലാസിക് ഉദാഹരണമാണെന്ന് വരെ പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ന്യൂആൻസോടെ ഡിബേറ്റ് ചെയ്യണം. ദീദി മാഡം പറയുന്ന എല്ലാ മോറൽ ഔട്ട്റേജിനോടും ബഹുമാനത്തോടെ കാണുന്നു. സ്ത്രീകൾക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കുന്ന നേരത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ പുരുഷന്റെ ഭാഗം കൂടി കാണണം. മാമുക്കോയ, നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയ മാമുക്കോയ സാർ, അല്ലെങ്കിൽ നമ്മളെ പോയ മാമുക്കോയെ, സുധീഷിനെ, എത്ര പേർക്കെതിരെ ഒരാൾ വന്ന് 10-12 പേർക്കെതിരെ അങ്ങ് പരാതി പറയുകയാണ്. ബാലേന്ദ്ര മേനോൻ 20 വർഷം മുമ്പ് എന്നോട് ഒരു കാര്യം ചെയ്തു എന്ന് പരാതി പറയുകയാണ്. നടൻ മുകേഷ് MLA എനിക്ക് എന്താ പറയുക ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾ പറയാണ്. അതിലെല്ലാം കോടതിയിൽ അവർ കൗണ്ടർ തെളിയിച്ചില്ലേ? ഇപ്പൊ എന്താണ് പുരുഷൻ ചെയ്യേണ്ടി വരിക? ആ വേദന നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് വന്നില്ലേ? നിവിൻ പോളി കേരളത്തിൽ നിൽക്കുകയാണ്. നിവിൻ പോളി ദുബായിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടി ന്യൂസ് 18 അടക്കം വന്നിരുന്നതാണ്. ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്ത് ഡേറ്റ് മാറിപ്പോയി. ആ സമയത്ത് തന്നെ ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ രാഹുൽ അത്തരം പല നീക്കങ്ങളും നടത്തുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് പരാതികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള നീക്കം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കൂടി പറഞ്ഞിരുന്നു. ആ സമയത്തും ആ വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അല്ല, ഒരു ഒറ്റ കാര്യം മാത്രം ബാക്കിയുള്ളവരിലേക്ക് പോകാനുള്ളതുകൊണ്ടാണ്. നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തവരെ ആരെങ്കിലും നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചാണോ? നിവിൻ പോളി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നിവിൻ പോളി കൊച്ചിയിലുണ്ടെന്ന് തെളിഞ്ഞപ്പോൾ ആ പെൺകുട്ടി മാധ്യമങ്ങളോട് ഉളുപ്പില്ലാതെ പറഞ്ഞെന്താ അറിയാമോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. മാഡം, അങ്ങനെ എത്ര പേർ വേട്ടയാടപ്പെട്ടു. നിവിൻ പോളിയുടെ കാര്യം വെളി വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുടെ കാര്യം, ബാലേന്ദ്ര മേനോൻ സാറിന്റെയും മുകേഷ് സാറിന്റെ കാര്യമൊക്കെ വെളി വന്നു. എത്ര പേരിങ്ങനെ വേദനിച്ചു. അപ്പൊ ആണുങ്ങളെ വേട്ടയാടാനുള്ള ഒരു ഉപകരണമായില്ല എന്നുള്ളത്, ഞാൻ ഇടതുപക്ഷക്കാരനല്ല, ഞാൻ വലതുപക്ഷക്കാരനാണ്. പക്ഷെ ഇടതുപക്ഷ സർക്കാർ പക്വതയോട് ഇത് കൈകാര്യം ചെയ്തു, അവധാനതയോട് ഇത് കൈകാര്യം ചെയ്തു. ഇനിയും സജീവ് മിനിസ്റ്റർ പറയുന്ന പോലെ ഒരു കോൺക്ലേവ് ആണ് വിളിക്കേണ്ടത്. അതിൽ നല്ല പോളിസിയും നല്ല നിയമവും പല്ലുള്ള നിയമം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതാണ് വിജയം. ഹേമ കമ്മിറ്റി അതുകൊണ്ട് വിജയം തന്നെയാണ്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെത്താം. അഡ്വക്കേറ്റ് ടി ബി മിനി, റിപ്പോർട്ട് വരാൻ എടുത്തത് 4.5 വർഷത്തോളം. അത് തന്നെ ഒരുപാട് വിഷയം ഉണ്ടായ ശേഷമാണ് റിപ്പോർട്ട്, ഒരുപാട് ചർച്ചകൾ നടന്ന ശേഷമാണ് പുറത്തോട്ട് വരുന്നത്. പരാതി ഇല്ലാത്തവരെ അടുത്തുനിന്ന് പോലും മൊഴിയെടുത്തു. സുപ്രീം കോടതി പോലും ഇടപെടേണ്ടതായിട്ട് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അതായത് അന്വേഷണത്തിന്റെ തലത്തിൽ തന്നെ ഇതൊന്നുമല്ല ശരിക്കും നടക്കുന്നത് എന്നുള്ള സംശയം പല ഭാഗത്തുനിന്നും വരിക. ഇനി ഇതല്ല, ഈ ഒരു ഫൈറ്റ് തുടരുകയാണ്, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക എന്ന് പറയുന്ന ദീദി ദാമോദരനും, ഒരു സിനിമാ കോൺക്ലേവ് എന്ന് എല്ലാം നന്നായിട്ട് പോയത് കൃത്യമായിട്ടാണല്ലോ എന്ന് പറയുന്ന രാഹുൽ ഈശ്വരൊക്കെ ഉണ്ട്. രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. ശരിക്കും എവിടെയാണ് പാളിയിരിക്കുന്നത്? ഇത് പോയത് കൃത്യമായിട്ടുള്ള ട്രാക്കിൽ തന്നെയാണോ, അതോ ആരെങ്കിലും ഈ ട്രാക്ക് മനഃപൂർവ്വം തടഞ്ഞതാണ്? ഇതിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 4.5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വലിയ ഒരു മാധ്യമ ഇടപെടലിനെ തുടർന്നാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സിദ്ദിഖ്, ഇടവേള ബാബു, മുകേഷ്, ബാലേന്ദ്ര മേനോൻ, ജയസൂര്യ, അങ്ങനെ പല പ്രമുഖ വ്യക്തികൾക്കെതിരായിട്ടുള്ള വിഷയത്തിൽ കേസ് എടുക്കുകയും ആ കേസ് രജിസ്റ്റർ FIR ഇടുകയും അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള സ്വാധീനങ്ങളും ത്രട്ടണിങ്ങും ഇപ്പോൾ സിനിമയിലില്ലാതെ സിനിമയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന, ചിലപ്പോൾ കുടുംബസ്ഥയായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അന്നിങ്ങനെ തന്നെ വിഷയങ്ങളുണ്ടായി എന്ന് പറയുകയും, അതേസമയം കോടതികളുടെ നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കുടുംബപരമായി അവർക്കും ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതിന്ന് ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല,
സെക്ഷൽ അബ്യൂസിന് വിധേയരാകുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും കുട്ടികളും ഇത് പുറത്തു പറയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം കോടതികൾ കയറി ഈ വാദികളായിട്ടുള്ള ആളുകളും വിക്ടിംസ് ആയിട്ടുള്ള ആളുകളും കയറി നടക്കുക, അത് ഇവരുടെ സമൂഹത്തിൽ ഇവർക്കെതിരായിട്ടുണ്ടാകുന്ന വലിയ രീതിയിലുള്ള അപമാനങ്ങൾ, ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയരായി അല്ലെങ്കിൽ വിധേയരാക്കിയവരെ ശിക്ഷിച്ചാൽ പോലും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അവരൊക്കെ പ്രതികളെ മഹത്വവൽക്കരിക്കുകയും ഈ സ്ത്രീകൾ വീണ്ടും വീണ്ടും അപമാനിതരായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല വാഗ്ദാനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സ്ത്രീകൾ ഇപ്പോൾ പരാതിയില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം. ഇതിന് നമ്മൾ വലിയ എല്ലാ മരവും പോയി ഇനിയൊന്നും രക്ഷയില്ല എന്ന് കാണേണ്ട കാര്യമില്ല. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഈശ്വർ കുറേ നാളായിട്ട് LDF അല്ല, പക്ഷേ LDF സർക്കാർ വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ LDF ആണ്, പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വെക്കേഷന് മുന്നേ തന്നെ, ഒരു 6 മാസം മുന്നേ തന്നെ എന്തുകൊണ്ട് കോൺക്ലേവ് പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ഒരു പോളിസിയുടെ ഡ്രാഫ്റ്റ് തരാനായിട്ട് കോടതി എത്ര പ്രാവശ്യമാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തതെന്നറിയാമോ? ഇതെങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ പരാതികൾ അതിൻ്റെ വഴിക്ക് പോവുകയും പരാതികളില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. അത് നിയമപരമായിട്ട് അത് അങ്ങനെ ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക് അതില്ലെങ്കിൽ. പക്ഷെ നമ്മളുടെ പ്രധാന ലക്ഷ്യം ഈ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്, ഇനി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് അന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പോൾ നിയമം വരും, അല്ലെങ്കിൽ ഇപ്പോൾ വ്യവസ്ഥ വരും, അല്ലെങ്കിൽ ഇപ്പോൾ പോളിസി വരും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയായിട്ടും ഒരു പോളിസിയുടെ കരട് പോലും ഉണ്ടാക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ കേസിൽ ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചു. ആ അമിക്കസ് ക്യൂറി നല്ല റെക്കമെൻഡേഷൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇതിനെ ഗൗരവമായി കാണേണ്ട ഒരു സർക്കാർ ആ വിഷയത്തെ, ഇപ്പം നമ്മളൊരു 10 വർഷം മുന്നേ 20 വർഷം മുന്നേ ഒരാൾക്കുണ്ടായി എന്ന് പറയുന്ന അതേ പ്രയാസങ്ങൾ അതേ സ്ത്രീകൾക്ക് ഇത്രയും ചർച്ച നടന്നിട്ടും ഈ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതേ അവസ്ഥകളുടെ സ്റ്റാറ്റസ് കോയിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ ഈ സിനിമയിലെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അവിടെയാണ് നിരുത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ നടക്കും. നേരത്തെ ദീദി താമോദർ പറഞ്ഞ പോലെ അത് രാഹുലും പറയുകയുണ്ടായി, ഈ ഒരു ഫിയർ ഫാക്ടർ ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്, അതൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാകും എന്ന്. ഇവർ രണ്ടുപേരും 2 തലത്തിൽ നിന്നാണ് ഇത് പറയുന്നത് എനിക്കറിയാം. എങ്കിൽ ആ പറയുന്ന പോയിന്റ് അങ്ങനെ ഒരു ഫിയർ ഫാക്ടർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞത് കഴിയട്ടെ. അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തിലും വന്നാലും അല്ല ഞാൻ പറയണതല്ല, ഒരു ഫിയർ ഫാക്ട് ഉണ്ടായാലും ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റിന്ന് ഇവർ വാക്കാല് പറഞ്ഞാലും അതൊന്നും തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമല്ല. ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിയമനിർമ്മാണം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ആ നിയമനിർമ്മാണം നടക്കില്ല. എല്ലാവരും ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട് 5-6 പേര് ഇതിൻ്റെ കുഴപ്പത്തിലായി. ബാക്കിയുള്ളവരൊക്കെ പല രീതിയിൽ സ്വാധീനം ചെലുത്തി ഇവരെ മാറ്റി. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ആവുന്നില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമല്ലേ, ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ ഫീൽഡിൽ ഉണ്ടായിട്ടില്ലാത്തതോ ആയിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് കാസ്റ്റിംഗ് വന്നിരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം പരാതികളായിട്ട് ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്ന, അത് വ്യക്തികളുടെ പ്രൊട്ടക്ഷൻ അല്ല, അത് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്, ഇത്രയും കേസുകൾ മൊഴി നൽകാൻ ആരും വന്നില്ല, അത് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി പരാതിയുമായിട്ട് വരാൻ ഈ പുതിയ കുട്ടികൾ അടക്കം
ഭയക്കുമോ, മടിക്കുമോ, അങ്ങനെ തോന്നുന്നുണ്ടോ? അതുണ്ടാവുകയില്ല എന്ന് പറയുന്നവരുടെ ഒരു അതാണ് ഞാൻ അതല്ലേ അപർണ പറയുന്നത്. അതാണ് ഇതിലിപ്പോൾ 5 or 6 കേസ് എടുത്തു. അത് ചെറിയ ആളുകൾക്കെതിരായിട്ടൊന്നും അല്ല. അത് നിങ്ങളടക്കമുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്. ആ കുട്ടികൾക്ക് ചില ആളുകൾ 14 വർഷം കഴിഞ്ഞിട്ട് 14 വർഷമൊക്കെ മെൻ്റലി ഭയങ്കരമായിട്ടുള്ള ട്രോമയ്ക്ക് വിധേയമായിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പറഞ്ഞ് തീർത്താൽ മതി എന്ന് കരുതി പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായത് അന്നുണ്ടായ ഒരു അന്തരീക്ഷം കൊണ്ടാണ്. ആ പ്രൊട്ടക്ഷൻ ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, കാരണം നിങ്ങൾ ഒരു മീഡിയയാണ്. പക്ഷേ അത് കഴിയുന്നത് നിയമ സംവിധാനം വരുമ്പോൾ മാത്രമാണ്. ആ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് എത്ര പ്രാവശ്യം, അതായത് വളരെ സിൻസിയറായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന 2 ജഡ്ജിമാർ, ഒരാൾ റിട്ടയർ ചെയ്ത് പോകുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്ന രീതിയിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടായി എന്നാണ് എൻ്റെ പോയിന്റ്. കാരണം ഇതൊക്കെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതിന് അത്രയധികം സംവിധാനങ്ങളുണ്ട്. ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. കോടതി തന്നെ അമിക്കസ് ക്യൂറിനെ വെച്ചു, ഞങ്ങളോടൊക്കെ നിർദ്ദേശങ്ങൾ വയ്ക്കാനും പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വന്നാൽ ഞങ്ങൾക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അമിക്കസ് ക്യൂറി കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച 4.5 വർഷം അടക്കം അതിനുശേഷം എത്ര വാർത്തകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ ജോസ് തോമസിലേക്ക് ഒരു ചെറിയ ഇടവേള ഈ ടൈം ബാൻഡിനിടയിൽ അത്യാവശ്യമായത്. സംവിധായകൻ ജോസ് തോമസ് കൂടി നമുക്കും ചേർന്നു. ശ്രീ ജോസ് തോമസ്, ഓരോ പരാതികൾ ഉയരുമ്പോഴും സംഘടനകൾക്ക് ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ, ഞങ്ങൾ എന്ത് അന്വേഷണം ഉണ്ടായാലും അതിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുകയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പരാതികളൊക്കെ ഈ തരത്തിൽ തീരുമ്പോൾ പല വിഗ്രഹങ്ങളും ഉടയാതെ രക്ഷപ്പെടും. സിനിമ ഇൻഡസ്ട്രിക്ക് അതായിരിക്കും നല്ലതല്ലേ? ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെയൊക്കെ തന്നെ പോകണം എന്ന് കൂടിയായിരിക്കില്ലേ? ബഹുഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും ആഗ്രഹിക്കുക, പക്ഷെ ഞാൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദീദി പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ചലച്ചിത്ര സംബന്ധിയായ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റും. അത് ശരി തന്നെ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായ അഡ്വക്കേറ്റ് ടി വി മിനി പറഞ്ഞു സർക്കാരിനെ കുറ്റപ്പെടുത്തി, എന്നാൽ രാഹുൽ ഈശ്വർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പച്ചയ്ക്ക് പറയുന്നു, നാണം കെട്ട ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഈ കേസ് ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചതെന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 35 കേസുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 35 പേരും ഒറ്റക്കെട്ടായി പറയുന്നു ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒരിക്കലുമല്ല. ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഉന്നതരാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല. തീർച്ചയായും ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് എന്ന് വേണം കരുതാൻ. ഇനി WCCയോട് എനിക്കൊരു ചോദ്യമുണ്ട്. WCCയുടെ ഒരു പ്രധാന പ്രവർത്തകയായിരുന്നല്ലോ ഒരു മുൻകാല നടി. അവരാണല്ലോ ആദ്യം കോടതിയിലേക്ക് പോയത്. ഈ റിപ്പോർട്ട് വെളിയിൽ വരരുത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെളിയിലേക്ക് പറയരുത് എന്ന് പറഞ്ഞത്. അത് അഭിമാനത്തിന്റെ പ്രശ്നം കൊണ്ടാണോ, അതോ ഉന്നതർ ശിക്ഷിക്കപ്പെടരുതെന്ന് കരുതിയാണ്? ഇത് ജനങ്ങളുടെ മുമ്പിൽ പലരെയും പരിഹസിക്കുന്നതിന് തുല്യമായിരുന്നു. എന്തിനാ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ മുതൽ സിനിമാ പ്രവർത്തകർ ഒരുപാട് പേരെ പരിഹസിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ ഇത് പുറത്തു വരാതിരിക്കുമ്പോൾ, ഈ കേസുകൾ ഒഴിവാക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? പലരും പറയില്ലേ, നാട്ടുകാർ വിരൽ ചൂണ്ടില്ലേ, ഇതിൽ പല ഉന്നതരും ഉണ്ടായിരുന്നു, പല സൂപ്പർ സ്റ്റാറുകളും ഉണ്ടായിരുന്നു, അവരുടെ പേര് വെളി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കേസ് ഒതുക്കി തീർത്തത്, ഇല്ലാതാക്കിയത് എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അവർ അപമാനിതരാകുകയല്ലേ? അപ്പോ ഇപ്പോൾ അഡ്വക്കേറ്റ് ടി ബി പറയുന്ന കേട്ട് ഇതിനൊരു നിയമം മൂലം ഉണ്ടാക്കണമെന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് എത്ര വർഷം പിന്നിലാണെങ്കിലും പുരുഷനിൽ നിന്നൊരു പീഡനം ഉണ്ടായാൽ അവർക്ക് കേസ് ഫയൽ ചെയ്യാം, കേസിന് പോവാം. എന്നിരിക്കെ 12 വർഷമോ 15 വർഷമോ മുമ്പുണ്ടായ ഒരു പീഡനത്തിന്റെ കഥ, ഒരു പീഡനത്തിന്റെ സംഭവം, അവർക്ക് കൃത്യമായി കേസിന് പോകാം. പിന്നെ അതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിന്റെ
അല്ല ശ്രീ ജോസ് തോമസ്, അതിലൊരു ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് 10-12 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കേസുകൾ പരാതികൾ വരികയും അത് ചർച്ചയാവുകയും ശിക്ഷ കിട്ടുകയും കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് ആ തരത്തിലല്ല പരാതികൾ വരാറുള്ളത്. പലതരത്തിൽ ജീവന് വരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഈ പരാതികൾ പുറത്തു പറഞ്ഞാൽ എന്നതടക്കമുള്ള പരാമർശങ്ങളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തില്ലേ. അതായത് ഒരു പാരലൽ ഭരണ സംവിധാനമാണെന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതൊരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്തെ പൊളിറ്റിക്കൽ അവരുടെ ഒരു കോർ കമ്മിറ്റികൾക്ക് പോലും ഒരുപക്ഷെ ഈ തരത്തിലുള്ള അധികാരമൊന്നും കാണില്ല. അപർണ മാഡം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ബോംബെയിലൊക്കെ സിനിമാ രംഗം ഭരിക്കുന്നത് അവിടുത്തെ മാഫിയാണെന്ന് പറഞ്ഞു വരുന്നു. ഈ കൊച്ചു കേരളത്തിലെ കൊച്ചു സിനിമാ മേഖലയിൽ ഇങ്ങനെ വലിയ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇത് വെറും കെട്ടുകഥകളാണ്. ആരാണ് ശ്രീ ജോസ് തോമസ്, ഹൈബ്രിഡ് കഞ്ചാവ് ഈ രീതിയിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് അത്രയും കോടികളുടെ ലഹരി ഇടപാട് നടക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി നിങ്ങൾ ഒരു കൊച്ചു കേരളത്തിലെ ഒരു കുടിൽ വ്യവസായമാക്കി പറയരുത്. ഒരു കാലത്ത് മുമ്പ് എങ്ങനെയായിരുന്നെങ്കിൽ വലിയ വ്യത്യാസമൊന്നും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടെന്ന് സാധാരണ ജനങ്ങളൊന്നും കരുതുന്നില്ല. ഇപ്പോൾ മാഡം, ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് സിനിമാ നടന്മാർ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാർ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ സിനിമാ മേഖലയിൽ മാത്രമാണ് ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു അബദ്ധധാരണയാണ്. ഈ കൊച്ചിയിലെ പല മേഖലകളിലും, സിനിമയല്ലാത്ത പല മേഖലകളിലും ആ കച്ചവടം നടക്കുന്നുണ്ട്. അതുപോട്ടെ, ഞാൻ പറയുന്നത് ഇങ്ങനെ ചില ഭീഷണികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് സിനിമ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ കേസിൽ നിന്നും പിന്മാറുന്നത് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വെറും കഥയുണ്ടാക്കൽ മാത്രമാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇവിടെ 35 പേരും ചിലപ്പോൾ സ്വാധീനത്തിന്റെ പേരിലായിരിക്കും. ഭീഷണി എന്ന് പറയുന്നത് വധഭീഷണിയല്ല. ഏതെങ്കിലും തരത്തിൽ ഞാൻ പറയുന്നത് സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. 4.5 വർഷം പൂട്ടി വെച്ചിട്ടാണെങ്കിലും മാധ്യമങ്ങളുടെ നിരന്തരമായ പ്രഷർ കൊണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതിന്റെ പേരിൽ കേസുകൾ എടുത്തു. SIT ഇവിടെ ഉണ്ടാക്കി. ഞങ്ങളുടെയൊക്കെ തെക്കയിൽ നിന്ന് ആ മേക്കപ്പ് യൂണിയനിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ മാസത്തിൽ 2 വീതം SIT എടുത്ത് പോവാണ് മൊഴി കൊടുക്കാൻ, പല കേസുകളിലും തെളിവെടുപ്പിന്. അങ്ങനെ എത്രയോ കാലമായി സിനിമാ രംഗത്തെ പലരെയും പലവട്ടം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരു സുപ്രഭാതത്തിൽ പറയുന്നു ഈ കേസുകളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ആർജവമില്ലായ്മയാണ്, നട്ടല്ലില്ലായ്മയാണ്, അല്ലെങ്കിൽ സർക്കാർ ആരെങ്കിലും ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് തോന്നുന്നു. ഓക്കെ, ശരി. ഓക്കെ, ദീദി ദാമോദരൻ, പ്രതീക്ഷകൾ ആണ്. പോരാട്ടം എല്ലായ്പ്പോഴും ഒരേ വേവ് ലെങ്തിലൊന്നും വരില്ല, പലതരത്തിലാണ് വരിക. അങ്ങനെ പോരാട്ടം തുടരാൻ കഴിയുള്ളൂ. അതൊരു ഞാൻ പെസിമിസ്റ്റിക് ആയിട്ട് പറയുകയില്ല. പക്ഷേ ഈ പല തരത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാവുക, ഈ സ്വാധീനത്തിൽ വഴങ്ങി ഇതിൽ നിന്ന് ബാക്കൗട്ട് അടിച്ച പലരും ഉണ്ടാവുക, പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് വന്നതാണ്. അതൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും. പറഞ്ഞ ഇതില് WCCയുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള ഒരു നടി ഉണ്ടായിരുന്നു. അവര് കൊടുത്ത പരാതി 8ാമത്തെ വർഷമാണ് നമ്മൾ ഇപ്പൊ ജീവിതം മാറ്റിവെച്ച് എത്രയാണ് അവർ അതിലേക്ക് കൊടുക്കേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയൊക്കെ കൊടുക്കണം ഈ പറഞ്ഞ എല്ലാ സ്ത്രീകളും എന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആഗ്രഹിക്കാം. അത് ഇതുപോലെ ചർച്ചകളിൽ നമുക്കിങ്ങനെ ഓരോ പേരുകൾ എടുത്ത് പറയുകയും അതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ ആ സ്ത്രീകളെ സംബന്ധിച്ച് അത് അവരുടെ ജീവിതമാണ്. ഇവിടെ പരാതി കൊടുത്തിട്ടില്ല എന്നാരാണ് പറയുന്നത്? പരാതിയുമായിട്ട് നടന്ന് 15 കൊല്ലം കഴിഞ്ഞിട്ടല്ല, അന്ന് രാത്രി പരാതി കൊടുത്തിട്ട് നീങ്ങുന്നത് എന്ന് നമുക്കറിയാം. അത് മുന്നിൽ വെച്ചുകൊണ്ട് വേണം 10 കൊല്ലം മുമ്പോ കുറെ മുമ്പോ എതിരെ നടന്നിട്ടുള്ള ഹറാസ്മെന്റിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നു എന്ന് നമ്മൾ നിർബന്ധിക്കുന്നത്. പിന്നെ ഇതിനെ അങ്ങനെ അങ്ങോട്ട് ചുരുക്കി കെട്ടാനൊന്നും പറ്റില്ല. കാരണം ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ IC എന്ന് പറഞ്ഞാൽ അത് വലിയ ധാർഷ്ട്യത്തോടു കൂടി അത് ചെയ്യില്ല എന്ന് വിചാരിച്ചു വെച്ച് പ്രൊഡക്ഷൻ ഹൗസസിന് മുഴുവൻ ഇന്ന് IC ഇല്ലാതെ സിനിമ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നു. എന്ന് മാത്രമല്ല, ലേബർ കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട്. എല്ലാ സർക്കാർ പാരറ്റസുകളും ഇതിനു വേണ്ടി ചെറിയൊരു സാങ്കേതിക വിഷയം സംഭവിക്കുന്നു. ദിതി ദാമോദരനിലേക്ക് വരുമ്പോൾ ഞാൻ വിനു കുര്യത്ത്, ഒരു പക്ഷേ എനിക്ക് അവരോട് നേരിട്ട് ചോദിച്ച് ഞാൻ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ശ്രീ വിനു കുര്യത്ത്,
താര സംഘടനയടക്കം ഇതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ശക്തമായ നിലപാടുകൾ എടുക്കാൻ നിർബന്ധിതമാകും ഒരു സംഘടന എന്ന് ഒക്കെ കരുതി ആ തരത്തിലുള്ള പലതരം ട്വിസ്റ്റുകളും ട്രെയിനുകളൊക്കെ നടന്നതാണ്. പക്ഷേ എല്ലാം പഴയ മോഡിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നൊരു കാഴ്ചയുണ്ട്. എന്തോ പ്രത്യേക ഒരു താല്പര്യം എടുത്തുകൊണ്ട് ഞാൻ താരസംഘടനയെ ദുഷിപ്പിച്ച് പറയുകയാണ് എന്ന് കരുതണ്ട. ആ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ പോലും. പക്ഷേ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എല്ലാം പഴയതുപോലെയാണെങ്കിൽ പിന്നെ എന്ത് മാറ്റമാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താരസംഘടന എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വം തന്നെയാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലും പുരുഷ മേധാവിത്വം തന്നെയാണ് സിനിമയിൽ നടക്കുന്നത്. ഇവിടെ ഫിയറിനെ കുറിച്ച് ഞാനും രാഹുൽ ഈശ്വറും നേരത്തെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ജനങ്ങളങ്ങ് മറക്കും. പക്ഷേ പുതിയ പെൺകുട്ടികൾ സിനിമയിൽ വരുമ്പോൾ ഇനി ഫിയർ ഉണ്ടാകാൻ പോകുന്ന അവർക്കാണ്. ഇതുപോലെ സംഭവിച്ചാൽ അവർ മിണ്ടില്ല. രണ്ട് തരം ഫിയർ. ഒന്ന്, ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടും. രണ്ട്, ഞാൻ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല, എൻ്റെ സമ്പാദ്യവും നിലയ്ക്കും, എൻ്റെ തൊഴിലും നിലയ്ക്കും എന്നുള്ളൊരു ഫിയറാണ് ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്നത്. പുരുഷന്മാരുടെ ഈ ഫിയറൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറുമല്ലോ. കാരണം ഇതൊക്കെ കാലക്രമേണ മാറും. അടുത്ത വരാൻ പോകുന്നവർക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പം എന്ത് പറ്റും? പരാതി പറയരുത്, പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഇമേജ് പോവുകയുള്ളൂ, നിന്റെ ജീവിതം പോയിട്ട് കൊണ്ട് മിണ്ടായിരിക്കും. ഞാൻ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് ചോദിച്ചു. അന്ന് ചോദിച്ചതാണ്, ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട ഒരാളും ഒരു പരാതിയുമായിട്ട് വന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ പുറത്ത് വന്ന് നിന്ന് പറഞ്ഞവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുമാരായിരുന്നു. മിക്കവരും മാധ്യമങ്ങൾക്ക് മുന്നേ വന്ന് മറ്റുള്ളവരുടെ പരാതി ഇതിനകത്ത് ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഉണ്ടോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ, അതായത് ഫോർ ഫ്രണ്ടിൽ നിന്ന് പൊരുതാൻ ആ ജെന്യുവനായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം പോലും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദീദി ദാമോദരൻ പറയുന്നത് പോലെ ഇത് മറ്റൊരു ഒരു സേഫ്റ്റി സോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരാതിപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. എങ്കിലും നോക്കൂ, സ്ത്രീയുടെ ശത്രു എപ്പോഴും സ്ത്രീ തന്നെയാണെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. വിൻസിയുടെ കേസ് വന്നപ്പോൾ നമ്മളെല്ലാവരും ആ വിൻസിയെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ കുട്ടി കേസ് കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ എന്തിനായിരുന്നു ആ പ്രഹസനം? അത് സത്യമാണോ ഇല്ലെന്ന് നമുക്ക് തെളിയിക്കാത്തടത്തോളം ആ നടൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെക്കുറിച്ചാണ് ആ കുട്ടി. അപ്പോൾ അവിടെ പുരുഷൻ, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ് ഭയങ്കര ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. അവിടെ പുരുഷൻ നാണം കിട്ടില്ലേ? എന്നിട്ട് എന്തായി? അപ്പോൾ ഒന്നുകിൽ ഇതിന് പോകാതിരിക്കുക, പോയാൽ ഏതറ്റോ എന്ത് പോയാലും ഞാൻ ഇതിനു വേണ്ടി പോരാടുമെന്ന് പറയുന്ന ഝാൻസി റാണിമാരുടെ നാടോടെ ഇതിൽ സർക്കാരിന്റെ വീഴ്ച പല ഭാഗം എന്ന് പറയുന്നു. അഡ്വക്കേറ്റ് ടി ബി മിനി പോലും പറയുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ. കൃത്യമായി നടപടി എടുക്കുമെങ്കിൽ പരാതി പറയാൻ ആൾക്കാരുണ്ടാകും, തുറന്നു പറയാനുണ്ടാകും, മൊഴി പറയാനുണ്ടാകും. ഉണ്ടാകുകയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്യാരവാനകത്ത് കയറി ലഹരി പരിശോധന പോലും ഇതുവരെ സെറ്റിൽ നടത്താൻ കഴിയാത്ത അന്വേഷണ സംഘങ്ങളുടെ നാടാണ്. നോക്കൂ, മാലാ പാർവതി ഉൾപ്പെടെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ വരെ പോയി. ആരാണെന്ന് വെളിയിൽ വരരുത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രഹസനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുകിൽ മിണ്ടാതിരിക്കുക. ഇത് പുരുഷന്മാരെ മാത്രം അധിക്ഷേപിക്കുന്നവരോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. നേരത്തെ ജോസ് തോമസ് പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർസ് വരെ പലരും സംശയത്തിൻ്റെ പുറത്താണ്. ഇനി അഥവാ അവരുണ്ടെന്ന് വയ്ക്കൂ. പക്ഷെ എന്തുകൊണ്ടത്? ഞാൻ പറഞ്ഞ അമ്മ സംഘടന ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പുരുഷ മേധാവിത്വം. അവർ വേണം, നമുക്ക് ഈ ഹേമ കമ്മിറ്റി വേണമെന്ന് എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? പറയില്ല, ഇല്ലേ? അപ്പം എന്തു പറ്റി? പലരും സംശയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നെങ്കിൽ ഇതിൻ്റെ കുറ്റം പൂർണ്ണമായി സ്ത്രീകളുടെ ഭാഗത്ത് തന്നെയാണ്. സിനിമയിൽ അവർ കുറച്ച് പേര് നിന്നവർക്ക് പടമില്ല, ബാക്കി ഇതിന്ന് കോംപ്രമൈസ് ചെയ്ത് പിന്മാറിയിറക്കി. ഇപ്പോൾ ഇഷ്ടംപോലെ പടത്തിൽ അവിടെയാണ് ജോസ് തോമസ് നേരത്തെ പറഞ്ഞത്, ഒരു സ്വാധീനത്തിൽ അവർ വീണു. അത് പണമാണോ, അല്ലെങ്കിൽ അവസരമാണോ, അല്ലെങ്കിൽ മറ്റെന്താണോ, ഭീഷണിയാണോ, നമുക്കറിയില്ല. പക്ഷേ എന്തിനായിരുന്നു ഈ ഇത്രയും വർഷം എത്ര കോടി രൂപ ഞങ്ങളുടെ ഉൾപ്പെടെ ടാക്സ് കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ഈ ഹേമ കമ്മിറ്റി എന്തിനായിരുന്നു എന്ന് പറയട്ടെ. എന്തുകൊണ്ടാണ് സംഘടനകൾ കൊണ്ടൊരു പ്രയോജനമൊക്കെ വേണ്ടേ? ഞാൻ തിരികെത്താം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തിരികെത്താം. ചർച്ച തുടരുമ്പോൾ വീണ്ടും രാഹുൽ ഈശ്വർക്ക്. രാഹുൽ, താരാരാധനയുള്ളവരാണ് മലയാളി പ്രേക്ഷകർക്ക്. അത് ഞാനും അങ്ങനെ തന്നെയാണ്, രാഹുലും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ആ കഥാപാത്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ നടന്മാരെ ഉള്ളിലേക്ക് വെക്കുകയും ചെയ്യുന്നത്. വളരെ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വലിയ പ്രമുഖരുടെ പേരുകൾ പോലും ഈ മറയ്ക്കപ്പെട്ട പേജുകളിനകത്തുണ്ടായിരുന്നു എന്ന് അത്തരത്തിലുള്ള സൂചനകൾ വന്നതാണ്. അങ്ങനെ വളരെ പ്രമുഖരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസുകൾ ഇങ്ങനെയൊക്കെ തന്നെ തീരുകയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടതിന് പകരം ഇതെല്ലാം പുരുഷവേട്ടയാണ് നടത്തിയത് എന്ന് പറയുന്ന രാഹുലിന്റെ ആ വാദമുണ്ടല്ലോ, അതിനോട് എങ്ങനെ യോജിക്കാൻ കഴിയും? യോജിക്കാനുള്ളൊരു ലൈവ് എക്സാമ്പിൾ പറയാം. ശ്രീ സിദ്ദിഖിന് ഏറ്റവും കുറഞ്ഞത് 30 മുതൽ 40 ലക്ഷം രൂപ വരെ ചിലവായി.
അതായത് ഇവിടെ രാമൻപിള്ള സാറിനെ എൻഗേജ് ചെയ്തു, അവിടെ മുകുൾ റോഹത്തഗിയാണ് വന്നത്. ഏറ്റവും മിനിമം 3 അപ്പിയറൻസോ 4 അപ്പിയറൻസോ എങ്കിലും വന്നു. 30 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഈ വ്യാജ പരാതിക്ക് വേണ്ടി ശ്രീ സിദ്ദിഖിന് ചെലവാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മകൻ ഷഹീനോ ഇപ്പം ജനിച്ച അവരുടെ കൊച്ചുമകൾക്കോ അല്ലെങ്കിൽ കൊച്ചുമോനോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ഒക്കെ വേണ്ടി ചെലവാക്കേണ്ട 30-40 ലക്ഷം രൂപ. ഒരാളുടെ ആയുസ്സിൽ എത്ര കാലം വർക്ക് ചെയ്താലാണ് അത് ഉണ്ടാകുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അപ്പം അവരോടും കൂടി ഒരു കരുണ അപർണാജിയും അല്ലെങ്കിൽ ദീദി മാഡവും ഒക്കെ കാണിക്കണ്ടേ? അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ സൊല്യൂഷൻ എന്താ. അപ്പം ഈ ആണുങ്ങൾക്ക് നഷ്ടമായതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ഒന്നും ആർക്കും പ്രശ്നമല്ല, അല്ലെങ്കിൽ വിജയബാബുവിനെതിരെ വ്യാജ പരാതി എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ട പരാതി ഒന്നും ആർക്കും പ്രശ്നമല്ല. ഇവർക്കുണ്ടായ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ, ലോസ് ഓഫ് ചാൻസ്. ഇപ്പം നമ്മുടെ കുട്ടിക്കൽ ജയേന്ദ്രൻ 6.5 മാസം ഒളിവിൽ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ സെറീനയാണ് അദ്ദേഹത്തിന് വേണ്ടി പോരാടിയത്, ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തു. 6.5 മാസം ഒരു വ്യാജ പരാതിയുടെ പേരിൽ ഒളിവിൽ പോയി. 2 പ്രധാന അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇവരുടെ ജീവിതം കാശ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടി നിങ്ങൾ ബോധർ ചെയ്യണ്ടേ? അവിടെയാണ് ഞങ്ങൾ പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ലീഗൽ പ്രൊഫഷൻ, ഒരു പ്രിലിമിനറി കോൺഫിഡൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം. ഒരു കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം. അതിനുശേഷം ഏത് സ്ത്രീക്ക് പരാതി കൊടുക്കാം. പക്ഷേ ആ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കോൺഫിഡൻഷ്യലും രഹസ്യാത്മകവും ആകണം. കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് കോടതി സമ്മതിച്ചാൽ മാത്രമേ ഈ ഇൻഫർമേഷൻ മീഡിയയ്ക്കും മറ്റും വിടാവൂ. ഒരു നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജിയാണ് ചില സ്ത്രീകളെങ്കിലും ഉപയോഗിക്കുന്നത്. അതായത് വന്നു പറഞ്ഞാൽ മീഡിയയുടെ ഫ്രണ്ടിൽ കയ്യടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പരാതികളുമായി ഒരുപാട് പേര് വന്ന് നിങ്ങൾ തന്നെ കണ്ടില്ലേ. നിങ്ങൾ തന്നെ അവസരം കൊടുത്ത് എത്രയോ പേർ പച്ചക്കള്ളം പറഞ്ഞതാണെന്ന് പിന്നീട് നിങ്ങൾക്ക് തന്നെ ബോധ്യമായില്ലേ. അപ്പൊ ഈ ആണുങ്ങൾക്കുണ്ടായ ഡാമേജ്, അവർക്കുണ്ടായ ധനനഷ്ടം, മാനനഷ്ടം, അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം. രാഹുൽ, ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് ജെന്യൂൻ ആയിട്ടുള്ള പല പരാതികളും ഒന്നുമില്ലാത്തതാണെന്ന് തെളിയിക്കാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഉയർന്നതാണ് ഈ രാഹുൽ പറഞ്ഞ വ്യാജ പരാതി വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അല്ലല്ല, ഒരു വരി മാത്രം. ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറി വിശ്വസിച്ചാൽ എങ്ങനെ പറ്റും? അതായത് ബാക്കി വ്യാജ പരാതികളെ മൂടാൻ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരൊന്നും കോർഡിനേറ്റർ അല്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ രാഹുൽ ഈശ്വർ മാത്രമേ ചെയ്യൂ. അതായത് ഞാനടക്കമുള്ള ചില ആൾക്കാർ വ്യാജ പരാതിക്കാരിയെ പ്രോപ്പപ്പ് ചെയ്ത്, ഇതൊക്കെ ഈ സിനിമയിൽ നടക്കുന്ന കാര്യമല്ലേ, യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തത്? ഒരു കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം. കോടതിയിലേക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ പോട്ടെ. അപ്പൊ ഈ വ്യാജ പരാതിക്കാരെ വീഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ലേ? പബ്ലിസിറ്റിക്ക് വേണ്ടി പരാതി പറയുന്നവരെ വീഡ് ഔട്ട് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ കഴിയില്ലേ? ഈ സ്ത്രീകൾ പലപ്പോഴും അപ്പൊ കോൺഫിഡൻഷ്യലായി പോലീസിന് പരാതി കൊടുത്താൽ മതി. അപ്പൊ യഥാർത്ഥത്തിൽ സബ്സ്റ്റൻസ് ഉള്ള പരാതിക്കാർ നിലനിൽക്കുകയും ബാക്കിയുള്ളവർ എത്ര പേരാ, 1-2 അല്ലല്ലോ. ശ്രീ ദിലീപിന്റെ കേസിന്റെ വിധി അടക്കം അടുത്ത മാസം വരും. ശ്രീ ദിലീപ് ആകട്ടെ, ശ്രീ സിദ്ദിഖ് ആകട്ടെ, കുട്ടിക്കൽ ജയേന്ദ്രൻ ആകട്ടെ, നിവിൻ പോളി ആകട്ടെ, അല്ലെങ്കിൽ ഒരുപാട് വരുന്നത്. അപ്പൊ കൃത്യമായി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും. ശരി, അഡ്വക്കേറ്റ് ടി പി മിനി അത് പറഞ്ഞു. ടി പി മിനി, ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരാനിരിക്കുമ്പോൾ തന്നെ ഈ തരത്തിലാണ് കേസുകൾ അവസാനിപ്പിക്കാൻ വരുന്നു. ഹേമ കമ്മിറ്റി എന്തായെന്നറിയില്ല. ഇനിയുള്ള പരാതികൾ കൊടുക്കാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാകുമെന്നറിയില്ല. ഒത്തുതീർപ്പ് അത്തരത്തിൽ ഇത് രാഹുൽ ഈശ്വറിനൊരു ചാകര കിട്ടിയ പോലെയാണ്. എൻ്റെ പൊന്നു രാഹുലെ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ സിദ്ദിഖിനെതിരായിട്ടുള്ളതൊരു വ്യാജ പരാതിയല്ല, അത് കറക്റ്റായിട്ടുള്ളൊരു പരാതിയാണ്. അതിനെതിരെ ആ കുട്ടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ പറഞ്ഞ ഒരു പോയിന്റ്, ഇന്നും CRPC-യിലാണെങ്കിലും പുതിയ ഭാരതീയ സുരക്ഷാ സംവിധാനത്തിലാണെങ്കിലും നമ്മൾക്ക് വ്യാജ പരാതികളാണെങ്കിൽ കേസ് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. എന്തുകൊണ്ട് ഈ നടന്മാരാരും തങ്ങൾക്കെതിരെ വ്യാജ പരാതി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി തിരിച്ചു കൊടുക്കുന്നില്ല? ഈ സ്വാധീനങ്ങൾക്ക് അവരവരുടെ സ്വാധീനം പരമാവധി ഉപയോഗിച്ച് ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഈ വാദികളെ ആയിട്ട് ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, അവരൊരു വ്യാജ പരാതിയാണെന്നും പറഞ്ഞിട്ട് പരാതി കൊടുക്കുക. നിവിൻ പോളി വ്യാജ പരാതിയാണെന്ന് മനസ്സിലാക്കി നിവിൻ പോളി വ്യാജ പരാതിക്കെതിരെ പരാതി കൊടുത്തല്ല. അതുപോലെ തന്നെ ഈ 32 കേസിലെ ആളുകൾക്കും വ്യാജ പരാതിയാണെങ്കിൽ അങ്ങനെ കൊടുക്കാലോ. അതിനുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ലേ? നിവിൻ പോളി പരാതി കൊടുത്തിട്ട് DGPക്ക് പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ വെറുതെ ഒരു അല്ല, ഞാൻ പറഞ്ഞത് കേസ് എടുത്തു എന്നുള്ളതല്ല. അദ്ദേഹം നിവിൻ പോളി ആ കേസിൽ കാണിച്ച ആർജവം മറ്റുള്ള ആളുകൾ എന്തുകൊണ്ട് കാണിച്ചില്ല? അപ്പൊ അതിൽ തീരെ ഒരു കഴമ്പില്ലാത്തതല്ല. പക്ഷെ എന്താ വിഷയം,
ഇത്തരത്തിലുള്ള വാദികളായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് ഇന്ന് സമൂഹത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത്, രണ്ടാമത്തെ വശത്ത് ഇത്തരത്തിലുള്ള വലിയ സ്വാധീനമുള്ള ആളുകളുടെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാഫിയ സംഘത്തിൻ്റെയും വലിയ രീതിയിലുള്ള ത്രെട്ടോ അല്ല മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങൾ വേറെ വശത്ത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും, പക്ഷേ അപ്പോഴും ഞാൻ ഈ കേസുകളിൽ ഓരോ കേസുകളും ഞാൻ നിങ്ങളോട് പറയണത്, അപർണ അടക്കമുള്ള ആളോട് പറയണത്, ഓരോ കേസുകളും എന്ത് കാരണം പറഞ്ഞിട്ടാണ് സർക്കാർ ക്ലോസ് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി പരിശോധിക്കണം. ഓരോ കേസും ഇൻഡിവിജ്വൽ കേസുകളാണ്. അല്ലാണ്ട് 32 കേസിലും വാദികൾ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുകയിലായിരിക്കില്ല. ചില കേസുകൾ സാക്ഷികളെ കണ്ടിട്ടുണ്ട്, സാക്ഷികളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സാക്ഷികളെ കണ്ട് സംസാരിച്ച ഒരു കേസ് എന്തുകൊണ്ട് പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് സിനിമാ പ്രവർത്തകർക്കിടയിലും മാത്രം നിൽക്കേണ്ട ചർച്ച കൂടിയല്ല ഇതിൽ. എങ്ങനെയാണ് ഈ കേസുകളൊക്കെ അവസാനിപ്പിച്ചത്? ഒരു വ്യക്തതയുണ്ടോ? എന്തുകൊണ്ട് ഈ കൃത്യമായ മൊഴികൾ കൊടുത്തിട്ടും സാക്ഷികൾ വരെ മൊഴികൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇത് കേസുകൾ അവസാനിപ്പിക്കുന്ന ഒരു ഉത്തരമുണ്ടോ? ഉത്തരം നൽകേണ്ടത് 4 വർഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന ഭരണകൂടം തന്നെയാണെന്നുള്ളത്. ഏതായാലും ഒരു കൂട്ടം സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റിയും റിപ്പോർട്ടും വന്നതെന്ന കാര്യം മറക്കുന്നില്ല. അത് കൃത്യമായിട്ടുള്ള ട്രാക്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവം കാണിക്കേണ്ടത് ഭരണകൂടമായിരുന്നു എന്ന് മാത്രം പറയുന്നു. വിനി കുര്യത്ത്, ജോസ് തോമസ്, രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ടി ബി മിനി, ഒപ്പം ദീദി ദാമോദരൻ. നന്ദി സ്പെഷ്യൽ ഡിബേറ്റിനൊപ്പം ചേർന്നതിന്. നമസ്കാരം.